ഇപ്പോൾ ഷോൺ ജോർജ് ചേരുന്നുണ്ട്. ഷോൺ, ഈ ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയെന്ന് അറിയുന്നു. എന്താണ് ഞാനവിടെ ഇല്ല, ഞാൻ കോടതിയിലായിരുന്നു. ഞാൻ ഇന്ന് നമ്മുടെ മെയിൽ ആപ്ലിക്കേഷൻ ഹൈക്കോടതി ഫയൽ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എറണാകുളത്താണുള്ളത്. വീട്ടിൽ അമ്മയും എന്റെ വൈഫും കുട്ടികളുമാണ് ഉള്ളത്. അതെ, PC അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ കണ്ടാൽ ഉടൻ അറസ്റ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇനി എന്താണ്? അത് ഇപ്പോ നിങ്ങളുടെ തന്നെ ഉച്ചയ്ക്കത്തെ മാധ്യമത്തിൽ കൃത്യമായി എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ തിരുവനന്തപുരത്തെ വിധി വന്നതിന് ശേഷം മാത്രമേ അറസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു. ശരിയല്ലേ? അതെ അതെ, വന്നിരുന്നു. അതെ. അപ്പൊ അതിനുശേഷം ഇങ്ങനെ ഒരു അറസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ അത് പോലീസിന്റെ തീരുമാനമല്ല, പിണറായിയുടെ തീരുമാനമാണ്. അല്ലേ? അതെ, അത്രേ ഉള്ളൂ. അപ്പൊ പിണറായിയുടെ തീരുമാനം അനുസരിക്കാൻ നമ്മൾ പിണറായിയുടെ ഓർഡറിലേ അല്ലല്ലോ. അപ്പൊ നിയമപരമായി അതിനെ തിരിച്ച് ഫൈറ്റ് ചെയ്യാന്നുള്ളത് നമ്മുടെ കടമയാണ്. ഇത് നിയമം നടപ്പിലാക്കാനുള്ള ഒരു വ്യഗ്രതയൊന്നും അല്ലല്ലോ. ഇത് ഇപ്പൊ തൃക്കാക്കര ഇലക്ഷൻ കണ്ടുകൊണ്ടുള്ള ഒരു ബഹളമാണ്. അപ്പൊ ആ ബഹളത്തിന് നമുക്ക് നിന്നു കൊടുക്കാം. അങ്ങനെ പിണറായിയുടെ രാഷ്ട്രീയത്തിന് നിന്നു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ നിയമപരമായ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. എങ്ങനെ നേരിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? നിയമപരം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആശ്രയം നിയമമല്ലേ ഉള്ളൂ. എക്സിക്യൂട്ടീവും അതുപോലെ ഗവൺമെന്റും നമുക്കെതിരെ നിൽക്കുമ്പോൾ നമുക്ക് ആശ്രയം ജുഡീഷ്യറിയാണ്. നിയമപരമായി തന്നെ നേരിടാനേ നമുക്ക് പറ്റുള്ളൂ. തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി. അപ്പൊ അതുവരെ കീഴടങ്ങാനോ അല്ലെങ്കിൽ ഇപ്പൊ ഈ അറസ്റ്റ് എല്ലായിടത്തും അവർ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്തോട്ടാണ് നമ്മുടെ നാളെ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് കേസിൽപ്പുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനെ കാണണം. മാത്രമല്ല വേറെ 2 പരിപാടികളും കൂടെ ഏറ്റിട്ടുണ്ട്. അതുകൂടെ നോക്കിയിട്ട് തീരുമാനം എടുക്കുള്ളൂ എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത് പറഞ്ഞത്. അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചു. ആണ് ഷോൺ, അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അത് സംബന്ധിച്ച് അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞത്? അദ്ദേഹം അതിനെ സംബന്ധിച്ച് എന്നോടൊന്നും പറഞ്ഞില്ല. അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയമാണല്ലോ. തൃക്കാക്കര ലാഭവേദ്, തൃക്കാക്കര നഷ്ടവേദ്, ഈ ഒരു ചോദ്യമുള്ളൂ. അല്ലാതെ 153 കേസിൽ പ്രതിയായ ഒരു വ്യക്തി ഇപ്പൊ PC ജോർജ് പറഞ്ഞതിനെ കുറിച്ച് ന്യായം അന്യായങ്ങളൊക്കെ പിന്നീട് കോടതി ചർച്ച ചെയ്യട്ടെ, അല്ലെങ്കിൽ വിസ്താര സമയത്ത് ചർച്ച ചെയ്യട്ടെ. മാധ്യമങ്ങളും ആവശ്യത്തിന് മിച്ചം ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷെ ഇവിടെ ഏതെങ്കിലും എയർപോർട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ ഇവിടെ ആരെങ്കിലും പറ്റിച്ചു പോകാൻ കഴിയുന്ന ഒരാളാണ് PC ജോർജ്. കേരളത്തിലുള്ള കുഞ്ഞു കൊച്ചുങ്ങൾക്ക് വരെ PC ജോർജിനെ അറിയാം. കേരളത്തിൽ എവിടെ യാത്ര ചെയ്താലും PC ജോർജിനെ അറിയാം. അങ്ങനെ ഒരാൾ എവിടെയും അദ്ദേഹത്തെ പോലെ ഒരാൾ ഇപ്പോൾ ഈ കണക്കുന്ന ഈ ബഹളങ്ങൾ മുഴുവൻ തൃക്കാക്കര ഇലക്ഷനിലുള്ള ഒറ്റ നാടകമാണ്. അതിനപ്പുറത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പോലീസ് രാഷ്ട്രീയം കളിക്കുമ്പോൾ തിരിച്ച് നമ്മൾ നിയമപരമായി നേരിട്ടേ പറ്റുള്ളൂ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, അതൊക്കെ കോടതി വിലയിരുത്തട്ടെ. നമ്മൾ തമ്മിൽ ചർച്ച ചെയ്താൽ തീരുമാനിക്കുമോ? ഇല്ല. നമ്മൾ തമ്മിൽ ചർച്ച ചെയ്ത് ഞാനിപ്പോ ചർച്ച ചെയ്ത് നിങ്ങളെ ബോധ്യപ്പെടുത്തിയ നിങ്ങൾ ജാമ്യം അനുവദിക്കില്ലല്ലോ. അതൊക്കെ കോടതിയല്ലേ തീരുമാനിക്കണ്ടേ? ശരി ശരി, വളരെയധികം നന്ദി. ഷോൺ ജോർജ് ആണ്, PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ് നമ്മളോട് പ്രതികരിച്ചത്. നിയമപരമായി തന്നെ നേരിടും. ഇത് രാഷ്ട്രീയമാണ് ഇപ്പോൾ ഉള്ളത്. തൃക്കാക്കര ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള അറസ്റ്റാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. അതിനെ നിയമപരമായി തന്നെ നേരിടുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്.